ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ UPSC ഇൻ്റർവ്യൂ സീരീസിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് നമ്മുടെ SCERT ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ചാപ്റ്റർ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ജലം നിത്യജീവിതത്തിൽ. ചാപ്റ്ററിൻ്റെ പേര് ജലം നിത്യജീവിതത്തിൽ എന്നാണ്. അപ്പോൾ ജലത്തിൻ്റെ പ്രാധാന്യമൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ്. കണ്ടോ, ആദ്യം തന്നെ ഒരു കുഞ്ഞിൻ്റെ ചിത്രമൊക്കെ പറയുന്നുണ്ട്. നമുക്കിതിൽ എന്തൊക്കെ പ്രധാനമായിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ജലം എന്ന ടോപ്പിക്ക് നമുക്ക് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് അല്ലേ. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ജലം എന്ന് പറയുന്നത്. കുട്ടികളുടെ വാട്ടർ ബോട്ടിലിൽ തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാം, ജലം ക്ലാസ് റൂമിൽ നിന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ മഴ അല്ലേ, മഴ ആസ്വദിക്കാത്ത കുട്ടികൾ വളരെ വിരളമായിരിക്കും. അപ്പോൾ ആ മഴയിൽ നിന്നും തുടങ്ങി നമുക്ക് ജലത്തിൻ്റെ കാര്യമൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ഇന്ന് കൂടുതലും പൈപ്പുകളൊക്കെ ആയിരിക്കും കുട്ടികൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ. കിണറുകളൊക്കെ വളരെ അപൂർവമായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ നമുക്ക് കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ജലം എന്ന ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കുഞ്ഞിനെ ലളിതമായി അവന് ഏറ്റവും അവൻ്റെ ലൈഫുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് വേണം നമ്മൾ ആ ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ മഴയുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജലമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിലോട്ട് പോവാതിരിക്കുക. അവന് ഏറ്റവും പരിചിതമായ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവേണം ഏത് ടോപ്പിക്കായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയുന്നുണ്ട് പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങളും അതുപോലെ ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് SCERT ചാപ്റ്റർ അല്ലാണ്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ക്വിക്കായിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം നോക്കുന്നതാണ്. പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ തന്നിട്ടുണ്ട്. വലിയ മാലിന്യങ്ങളൊക്കെ അരിച്ചു മാറ്റുന്നു, എന്നിട്ട് ഈ മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നു, പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വിതരണം? ശുദ്ധജലത്തിൻ്റെ വിതരണം ടാങ്കിൽ സംഭരിക്കുന്നു, ജലം വീടുകളിലേക്ക് എത്തുന്നു. ഓക്കെ, ഇനി ജലത്തിൻ്റെ ഏകദേശ പ്രതിദിന ഉപയോഗമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുടിക്കാനായിട്ട് എത്ര ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രതിദിനം നമ്മൾ അത്യാവശ്യം എത്ര ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ 2.5 ലിറ്റർ മുതൽ 3.5 ലിറ്റർ വെള്ളം വരെ നമ്മൾ എന്ത് ചെയ്യണം, കുടിച്ചിരിക്കണം. മിനിമം 2.5 2.5യിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം കേട്ടോ. ഇപ്പോൾ 2.5 മുതൽ 3.5 അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ കുടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ജലം എന്ന് ഓർത്തിരിക്കുക ഒരു വ്യക്തിക്ക്. അങ്ങനെ ടോട്ടൽ ഒരു ദിവസം നമ്മൾ 121.5 മുതൽ 125.5 ലിറ്റർ വെള്ളം ഒരു വ്യക്തി യൂസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ജലത്തിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞേക്കുന്നത്. ജലത്തിന് എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത് അല്ലേ. ജലത്തിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? നമ്മുടെ നിറമില്ല. ജലത്തിന് നിറമുണ്ടോ? ഇല്ല അല്ലേ, ജലത്തിന് നിറമില്ല. വ്യാപ്തമുണ്ട്, മണമില്ല, ജലത്തിന് എടുക്കുന്ന പാത്രത്തിൻ്റെ അതേ ആകൃതിയായിരിക്കും. ഇതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് കുട്ടിക്ക് പരീക്ഷണത്തിലൂടെ വേണം അവന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ജലത്തിന് നിറമുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറയും വെള്ള നിറമാണെന്ന് പറയും അല്ലേ. അവൻ്റെ കോൺസെപ്റ്റിൽ പച്ചവെള്ളം എന്ന് പറയുന്നു. അപ്പോൾ വെള്ള നിറമാണെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കയ്യിൽ പാലും കൂടി കരുതുക. അപ്പോൾ പാലിന് എന്ത് നിറമാണെന്ന് അങ്ങ് ചോദിച്ചാൽ മതി. അപ്പോൾ ആ വെള്ളയുമായിട്ടുള്ള കൺഫ്യൂഷൻ അങ്ങ് മാറും. ചിലപ്പോൾ നമ്മളോട് ഇൻ്റർവ്യൂ ബോർഡിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ചോദിക്കുന്നത്. ജലത്തിന് വെള്ള നിറമാണെന്ന് കുട്ടി പറയുന്നുണ്ട്, അത് വെളുപ്പ് നിറമല്ല എന്ന് നിങ്ങൾ എങ്ങനെ സമർത്ഥിക്കും എന്ന് ചോദിച്ചാൽ പാല് കൊണ്ടുവരിക. നമുക്ക് ഏറ്റവും പരിചിതമായ വെളുപ്പ് നിറമാണ് പാല് അല്ലേ. അപ്പോൾ നമ്മൾ പല നിറങ്ങളും കുട്ടി പഠിച്ചിട്ടുണ്ട്, പക്ഷെ വെള്ളത്തിൻ്റെ നിറം കുട്ടിക്ക് അറിയില്ല. അപ്പോൾ അതിലൂടെ അവന് മനസ്സിലാവും എന്താണ് ജലത്തിന് നിറമില്ല. ഇനി അതിന് മണമുണ്ടോ? മണത്ത് നോക്കാൻ അവസരം കൊടുക്കുക, മണമില്ലെന്ന് മനസ്സിലാവും. വ്യാപ്തമുണ്ടോ? വ്യാപ്തമുണ്ടല്ലേ, വ്യാപ്തമുണ്ട്. ഏതോ പാത്രത്തിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് അതിന് ആകൃതിയും അതിൻ്റേതായ വ്യാപ്തവുമുണ്ട്. വ്യാപ്തമല്ലേ നമ്മൾ ലിറ്ററിലൊക്കെ പറയുന്നത്. ഇത്ര ലിറ്റർ വെള്ളമുണ്ട്, ഇത്ര ലിറ്റർ പാലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് ദ്രാവകങ്ങളുടെ കേസിൽ അവയ്ക്ക് വ്യാപ്തമുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഓർത്ത് തന്നെ വയ്ക്കുക. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ എത്ര ശതമാനം ജലമുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ തലച്ചോറിൽ 73% ജലം കാണുന്നുണ്ട്. തലച്ചോറിൽ 73%. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിലും പഴയ ടെക്സ്റ്റ് ബുക്കിലും വ്യത്യാസമുണ്ട്. നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്ന സ്ഥിതിക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ തലച്ചോറിൽ 73% ജലവും
രക്തത്തിൽ 94% ജലം അടങ്ങിയിട്ടുണ്ട്. വൃക്കകളിൽ 79%, പേശികളിൽ 75%, ഹൃദയത്തിൽ 75%, ശ്വാസകോശങ്ങളിൽ 83%, അസ്ഥികളിൽ 31% എന്തടങ്ങിയിട്ടുണ്ട്? ജലം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഴയത് പഠിച്ചു വെച്ചിരിക്കുന്നവർ പുതിയതും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കണ്ടോ, ജലം മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. അപ്പോൾ മനുഷ്യർക്ക് ജലം ആവശ്യമാണെന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അവിടെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇനി സസ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ജലം യൂസ്ഫുൾ ആകുന്നത്, അല്ലെ? ജലം സസ്യങ്ങളിൽ എങ്ങനെയാണെന്ന് പറയുന്നു. ഇനി സസ്യങ്ങളിൽ ജലം വഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? സസ്യങ്ങളിൽ എന്തൊക്കെ ധർമ്മങ്ങളാണ് ജലം വഹിക്കുന്നത് എന്നാണ് പറയുന്നത്. സസ്യങ്ങളിൽ എന്തൊക്കെ ധർമ്മങ്ങളാണ് ജലം വഹിക്കുന്നത്? ഒന്ന്, ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നു, അല്ലെ? ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നത് ജലമാണ്. അതുപോലെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. സസ്യശരീരത്തിന്റെ ഘടന നിലനിർത്താൻ ജലം സഹായിക്കുന്നു. ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിനും സഹായിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ചാപ്റ്ററിൽ പ്രകാശ സംശ്ലേഷണം എന്ന ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണത്തിന് ജലം ആവശ്യമാണെന്ന് കുട്ടിക്ക് മനസ്സിലാകും. അപ്പോൾ സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണത്തിന് ജലം ഉപയോഗിക്കുന്നുണ്ട് എന്ന് കുഞ്ഞ് തന്നെ പറയും കേട്ടോ. സസ്യങ്ങളിൽ നമ്മൾ ചോദിക്കുക, നമ്മൾ തന്നെ ആദ്യം എല്ലാം കയറി പറയരുതല്ലോ. അപ്പോൾ കുട്ടിയോട് നമ്മൾ ചോദിക്കുമ്പോൾ അവൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് എന്തായാലും സസ്യങ്ങളിൽ ഫുഡ് ഉണ്ടാക്കാൻ എന്തെങ്കിലും പറയും പ്രകാശ സംശ്ലേഷണത്തിന്. ഓക്കെ, അപ്പോൾ എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ് എന്നുള്ള സന്ദേശം നൽകുന്നുണ്ട്. അപ്പോൾ നിറവും ആകൃതിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ജലത്തിന് എന്തില്ല? നിറമില്ല, മണമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജലത്തിന് ആകൃതി ഉണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ജലത്തിന് ആകൃതി ഉണ്ടോ എന്ന് കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ടീച്ചറെ എന്ന് ഇന്റർവ്യൂ ബോർഡ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? പല ആകൃതിയിലുള്ള പാത്രങ്ങൾ കൊണ്ടുവരിക. എന്നിട്ട് അതിലോട്ടൊക്കെ ജലം ഒഴിച്ചു നോക്കുക. അപ്പോഴൊക്കെ ഈ ജലത്തിന് എന്ത് ആകൃതിയാണ് വരുന്നതെന്ന് കുഞ്ഞിന് മനസ്സിലാകും, അല്ലെ? അതെന്താണ്? അതിരിക്കുന്ന പാത്രത്തിന്റെ ആകൃതിയാണ് ആ ജലത്തിന് വരുന്നത് എന്ന് കുഞ്ഞിന് മനസ്സിലാകും. അങ്ങനെ ജലത്തിന്റെ ആകൃതിയെ പറ്റി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുന്നവയാണ്. ഇനി ജലത്തിൽ മുങ്ങുന്നവയും മുങ്ങാത്തവയും പറ്റിയൊക്കെ പറയുന്നുണ്ട്. ജലത്തിൽ മുങ്ങുന്നത് ഏത്, മുങ്ങാത്തത് ഏത് എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ വസ്തുക്കൾ തന്നിട്ടുണ്ട്. അതൊക്കെ എക്സ്പെരിമെന്റ് വഴി കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലയിക്കുന്നവയും ലയിക്കാത്തവയും. ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയും, അല്ലെ? അതും എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ പഞ്ചസാര കൊണ്ടുവന്ന് കലക്കുന്നു, ഉപ്പ് കൊണ്ടുവന്ന് കലക്കുന്നു. ഇതൊക്കെ എന്താണ്? ജലത്തിൽ അങ്ങ് ലയിച്ചു പോകും. എന്നാൽ ഒരു കല്ല് കൊണ്ടിടുന്നു അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണം ഇടുന്നു, ഇതൊന്നും ജലത്തിൽ എന്ത് ചെയ്യുന്നില്ല? ലയിക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്കിവിടെ ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയും ക്ലാസിഫൈ ചെയ്യാനൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, അക്വേറിയത്തിന്റെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. ഇനി സോഡ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത്? നമ്മുടെ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മുൻപത്തെ ഒരു ഇൻ്റർവ്യൂവിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഫിസിക്കൽ സയൻസ് എടുത്ത് ഉദ്യോഗാർത്ഥിയോട് ചോദിച്ചതായിരുന്നു, എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നതെന്ന് പറയാമോ, അല്ലേ? സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. വാതകം ഓർത്തിരിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വാതകം, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകരുത്. അപ്പോൾ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. അങ്ങനെ സോഡാ കുപ്പി തുറക്കുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ ഉണ്ടാകുന്നില്ലേ? അപ്പോൾ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചാണ് നമ്മൾ സോഡ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സോഡാ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം റിലീസ് ആവുകയും കുമിളകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇനി നമ്മുടെ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം, അല്ലെ? നമ്മുടെ ലീനം, ലായകം, ലായനി, ഇതിൻ്റെ ഒരു ഡെമോ ക്ലാസ് വളരെ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. എങ്ങനെ ഈ ഒരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്ലാസ്സാണ്. അപ്പം നിങ്ങൾ ആ ക്ലാസ് കണ്ടിരിക്കുക. ഫിസിക്കൽ സയൻസ് ഒക്കെ എടുത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ലായിരിക്കും. അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പല വഴികളും അറിയാമായിരിക്കും. ബാക്കി സബ്ജക്റ്റുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് കയറി കാണുക. എങ്ങനെ ഒരു കുട്ടിയിലേക്ക് ലീനം, ലായകം, ലായനി എത്തിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റാണത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ജലത്തിൽ അല്ലെങ്കിൽ ലയിച്ചു ചേരുന്ന വസ്തുവിനെ നമ്മൾ ലീനം എന്ന് പറയും. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയും. എന്തിലാണോ ലയിച്ചു ചേരുന്നത്
അതിനെ ലായകം എന്ന് പറയും. ഓക്കെ, എന്തിലാണോ ലയിച്ചു ചേരുന്നത് അതിനെ ലായകം എന്ന് പറയും. ഇനി ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെ ലായനി എന്ന് പറയുന്നുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. നാരങ്ങ വെള്ളം കലക്കുവാണ്. നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കലക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പഞ്ചസാരയെയാണ് ലീനം എന്ന് പറയുന്നത്. ലയിച്ചു ചേരുന്ന വസ്തു പഞ്ചസാരയാണല്ലോ. ആ പഞ്ചസാരയാണ് ലീനം എന്ന് പറയുന്നത്. ഇനി ഈ പഞ്ചസാരയെ ലയിപ്പിക്കുന്നത് ആരാണ്? വെള്ളമാണല്ലേ, അതിലടങ്ങിയിട്ടുള്ള വെള്ളമാണ്. ആ വെള്ളത്തിനെയാണ് നമ്മൾ ലായകം എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത്, നമ്മൾ നാരങ്ങയൊക്കെ മിക്സ് ചെയ്ത് ചേർത്ത് മൊത്തത്തിലുള്ള നാരങ്ങ വെള്ളത്തിനെയാണ് ലായനി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ജലം സാർവിക ലായകം എന്നാണ് ജലം വിശേഷിപ്പിക്കപ്പെടുന്നത്. കാരണം ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ജലത്തിനെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? സാർവിക ലായകം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ജലത്തിന് പല രൂപങ്ങളുണ്ട്. ജലത്തിന്റെ ആവശ്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ജലത്തിന്റെ ആവശ്യങ്ങൾ എന്തിനൊക്കെയാണ് നമ്മുടെ ജലം യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഐസിന്റെ ഉപയോഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇനി അടുത്ത് എന്താണ് ബാഷ്പീകരണം എന്ന് പറയുന്നുണ്ട്. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്നും ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്നും ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നുണ്ട്. ബാഷ്പീകരണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന് എന്ത് സംഭവിക്കും? കൂടും അല്ലെ. നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ നീരാവിയായിട്ട് പോവുകയല്ലേ കൂടുന്നത്. അപ്പൊ ചൂടാക്കുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് കൂടുകയും തണുപ്പിക്കുമ്പോൾ കുറയുകയും ചെയ്യുന്നു. ഇനി ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം അല്ലെ. ജലം ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു. ഇനി ഇതിനു മുൻപ് നമ്മൾ ഐസിന്റെ അല്ലെ, എവിടെയാണ് ഐസിന്റെ ഉപയോഗത്തെ പറ്റി നമ്മൾ നോക്കിയിരുന്നു. ഐസിന്റെ ഉപയോഗം എന്താണ് എന്നുള്ള കാര്യം നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഐസിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഐസിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ, അതുപോലെ ശീതള പാനീയങ്ങളിൽ ഉപയോഗിക്കുന്നു. ശീതള പാനീയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കണ്ടോ. ശീതള പാനീയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ചില മരുന്നുകൾ കേടുകൂടാതെ സൂക്ഷിക്കാനും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഐസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ് എന്ന് പറയുന്നത്. ഇനി ജലനിരപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് അങ്ങ് നോക്കുക. ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ജലസ്രോതസ്സുകൾ അല്ലെ, നമ്മുടെ ഭൂമി ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. കടല് ഒരു ജലസ്രോതസ്സാണ്. കിണറുണ്ട് അല്ലെ, പിന്നെ കുഴൽ കിണറുകൾ, നദികൾ, ജലാശയങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ജലസ്രോതസ്സുകൾക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫേസ് ചെയ്യുന്ന ഒരു ത്രെഡ് എന്ന് പറയുന്നത് മലിനീകരണമാണ് അല്ലേ. കണ്ടോ, ഫാക്ടറികളിലെ മാലിന്യങ്ങൾ ഒഴുക്കുന്നുണ്ട്, കന്നുകാലികളെ കുളിപ്പിക്കുന്നു, മനുഷ്യരെന്ത് ചെയ്യുന്നുണ്ട്? കുളിക്കുന്നുണ്ട്. അതുപോലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു. ഇതൊക്കെ വഴി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജലാശയങ്ങളൊക്കെ മലിനപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയൊക്കെ മഴവെള്ളം സംഭരിക്കാം എന്ന് പറയുന്നുണ്ട്. മഴവെള്ള സംഭരണി ഉണ്ടാക്കാം, തടയണ കെട്ടി നിർമ്മിക്കാം, കയ്യാല, കിണൽ റീചാർജിങ് തുടങ്ങിയവ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ നമ്മുടെ ജലത്തെ സംരക്ഷിക്കാവുന്നതാണ്. ശുദ്ധജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. അത്യാവശ്യം വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. എങ്ങനെ ജലം എന്നുള്ളൊരു ടോപ്പിക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ ലീനം, ലായനി, ലായകം, ലായനി ഈ 3 കോൺസെപ്റ്റും എങ്ങനെ എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഈ ഒരു ചാപ്റ്ററിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അതാണ്, എങ്ങനെ ഒരു ജലം എന്ന ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ കുഞ്ഞിന് ലായനികൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ള കാര്യം മാത്രം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ശ്രദ്ധിച്ചാൽ മതിയാകും. ഓക്കെ.